ഹലോ, ഞാൻ തിന്ന ഇന്നത്തെ കാലം നേരത്തെ എണീറ്റുണ്ട് കേട്ടോ. വേറൊന്നുമല്ല ചേട്ടാ, ഇന്ന് നേരത്തെ പോകണമെന്ന് ഇന്നലെ രാത്രി കിടന്ന് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞു. അപ്പോൾ നമുക്ക് രാവിലെ എനിക്ക് ഫുഡൊന്നും ഉണ്ടാക്കാനുള്ള സമയം കിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇപ്പോൾ എളുപ്പം ബിരിയാണി ആണല്ലോ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണത്. അപ്പോൾ പിന്നെ അത് തന്നെ ഞാനും ചെയ്യാമെന്ന് വിചാരിച്ചു. വേഗം അരിയൊക്കെ അളന്നെടുത്ത് ഞാൻ വെള്ളം ഒഴിച്ച് ഇച്ചിരി നേരം കുതിരാനിട്ടു. പിന്നെ അതിന് വേണ്ട ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ക്യാരറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അരിഞ്ഞെടുത്തു. ശരിക്കും ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളൊന്നും ഇല്ല, എന്നാലും ഉള്ളത് കൊണ്ടൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എവിടേക്കാണ് നേരത്തെ പോകണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് രണ്ട് പറമ്പിൽ കപ്പ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പറമ്പിൽ പുല്ല് പറിക്കേണ്ട സമയമാണ്. അത് നമ്മുടെ കടയുടെ തൊട്ടടുത്താണ്. അവിടെ തന്നെയാണ് ആൻറ്റിയുടെ വീടും. അപ്പോൾ പുല്ലൊക്കെ പറിച്ച് കഴിഞ്ഞാൽ ആൻറ്റിയുടെ വീട്ടിൽ പോയി കുളിച്ച് റെഡിയായി കടയിൽ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഉച്ചത്തേക്കുള്ള ഫുഡ് വേഗം റെഡിയാക്കി കൊടുത്തു വിടാൻ പറഞ്ഞു. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ അരി അടുപ്പത്തിട്ടുണ്ട്, ചായക്ക് വെള്ളം വെക്കുന്നുണ്ട്, എല്ലാം ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്കും കാര്യങ്ങളൊക്കെ വേണ്ട. അപ്പോൾ ഇത് ബീഫ് കറി ഉണ്ട്. ശരിക്കും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞത് പുള്ളി ബീഫ് കറി ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ വേഗം ചായയൊക്കെ വെച്ചു, കാപ്പിയൊക്കെ വെച്ചു. പിന്നെ സാധാരണ അറിയാലോ, പിന്നെ ഞാനിത് എൻ്റെ രീതിക്ക് ഉണ്ടാക്കുന്നത്, ശരിക്കും ഉണ്ടാക്കുന്ന രീതിക്കൊന്നും അല്ല. ഇത് കണ്ടില്ലേ, തക്കാളിക്ക് ഇട്ട് കഴിഞ്ഞിട്ടാണ് സ്പൈസസിൻ്റെ കാര്യമൊക്കെ ഓർമ്മ വന്നത്. പിന്നെ അതൊക്കെ ഇട്ടു, ഇച്ചിരി നെയ്യും ഓയിലും എല്ലാവർക്കും അറിയാലോ, അതൊക്കെ ഇട്ടു. പിന്നെ നമ്മളാവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു. പിന്നെ അരിയൊക്കെ ഇട്ടു. പിന്നെ അത് അധികം സമയമൊന്നും വേണ്ടല്ലോ, വേഗം അത് ആയിക്കോളും. അങ്ങനെ ഞാനപ്പോൾ ഇന്ന് എരിവൊന്നും ഇടാൻ മോന് ഇച്ചിരി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അവൻ്റെ നാക്കിലൊരു കുരു പോലെ, അപ്പോൾ അവന് എരിവില്ലാതെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ വേഗം ഞാൻ ചോറൊക്കെ ആക്കി, ബിരിയാണി ആക്കി. പിന്നെ അതിൻ്റെ മുകളിൽ തന്നെ വെച്ചാൽ മതി എന്നല്ല രാത്രി കിടന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കറി. അപ്പം ഞാൻ നേരെ ചോറിൻ്റെ മുകളിൽ തന്നെ കറിയൊക്കെ വെച്ച് നല്ലോണം ചൂടാക്കിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് വേഗം ബാഗിലൊക്കെ നിറച്ചു. അപ്പം ഞങ്ങൾ ഈ പോവാനിറങ്ങുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഈ അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടാവുക. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചായ കുടിയും ഒക്കെ ഉണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു 6-6:30 ആയപ്പോഴേക്കും പുള്ളി ഇറങ്ങി. അപ്പോൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോൾ അങ്ങനത്തെ ചേട്ടായി പോയി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.